ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു രംഗം ആയിഷ ബീവിയോട് വന്ന് പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങ് ഉപ്പയോടൊന്ന് പറയണേ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഗനീമത്ത് സ്വത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടിമപ്പെണ്ണിനെ എന്റെ വീട്ടിലെ സഹായത്തിന് തരുമോ എന്ന് മുത്തുനബിയോടൊന്ന് ചോദിക്കണം. ഹബീബായ നബി തങ്ങളോടൊന്ന് ചോദിക്കണം, ഒരടിമപ്പെണ്ണിനെ ഞങ്ങൾക്ക് തരുമോ? എന്റെ കൈ കണ്ടോ ആയിഷ ബീവി, മാവരക്കുന്ന ആസുകല്ല് ഉരച്ചുരച്ച് എന്റെ കൈകളാകെ മുറിവന്നിരിക്കുന്നു ആയിഷ ബീവി. എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു നാട്ടുകാർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് മഹാനവറുകൾക്ക് നടുവേദന വന്നിരിക്കുകയാണ്. ഇസ്ലാമിൽ ഹബീബായ നബി തങ്ങളുടെ കയ്യിലാണെങ്കിലോ ഇഷ്ടം പോലെ അടിമകളും കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്ന് പറയുമോ ആയിഷ ബീവി? ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ വന്നതിൽ പിന്നെ പൊന്നുമോൾ ഫാത്തിമ ബീവി പറഞ്ഞ വിഷയം അറിയിച്ചു. മുത്തുനബിയുടെ മറുപടി നമുക്കറിയാം. ലാ വല്ലദീ നഫ്സി ബിയദി മാ ദാമ ഫിസ്സുഫ്ഫതി ഫഖീർ. മദീനയിലെ പരിശുദ്ധമായ പള്ളിയുടെ ഓരത്ത് നിന്ന് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികളുണ്ട്. 300ഓളം സ്വഹാബിമാർ അവിടെ ദർസ് പഠിക്കുന്നവരാണ്. മദീന പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളായ സുഫയുടെ അഹ്ലുകാരിൽ ഏതെങ്കിലും ഒരു ഫഖീറായ മനുഷ്യനെങ്കിലും ബാക്കിയുണ്ടായിരിക്കെ മോൾക്ക് ഇത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ആയിഷ. ആയിഷ ബി പറഞ്ഞു, നബിയേ, അങ്ങ് തന്നെ പോയ ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കണം റളിയല്ലാഹു അൻഹയോട്. ഇവിടം വരെ വന്നിരുന്നു, അങ്ങയെ കാണാൻ പറ്റിയിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും ഇശാ കഴിഞ്ഞ് കിടന്നിട്ടുണ്ട്. ഒരു റൂമാണത്. അവിടെ ഒരു ചെറിയ കട്ടിലുണ്ട്. അവിടെയാണ് അവർ കിടക്കുന്നത്, ഒരു ചെറിയ കൊച്ചുകട്ടിൽ. ആ റൂം തന്നെയാണ് അവരുടെ ബെഡ്റൂം, അതാണ് അവരുടെ കിച്ചൺ, അത് തന്നെയാണ് അവരുടെ ഡൈനിങ് ഹാൾ, അത് തന്നെയാണ് ഒരു ഗസ്റ്റ് വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം. വേറെ ഒരു റൂം അവിടെ ഇല്ല. മുത്തുനബി തങ്ങൾ വാതിൽക്കൽ വന്നു. അലിയേ, ഞാനങ്ങ് വന്നോട്ടെ? ഉപ്പാ, നിങ്ങളാണോ ഹബീബായ നബിയേ? അഹ്ലൻ വസഹ്ലൻ. ഞാനും ഫാത്തിമയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു കട്ടിലിൽ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ കിടന്നോളൂ, അവിടെ തന്നെ ഇരുന്നോളൂ. ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ മുത്തുനബി തങ്ങൾ കൈവച്ചുകൊണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാനി. നിങ്ങൾ രണ്ടുപേർക്കും കഷ്ടപ്പാടുകളുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഇതിനേക്കാളും ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ള ഹദീസായിരിക്കാം ഇത്, നമ്മൾ മുമ്പ് അറിഞ്ഞ ഹദീസായിരിക്കാം ഇത്. ജീവിതത്തിൽ നമ്മളിത് പകർത്തുന്നുണ്ടോ? വീട്ടുവേല ചെയ്തിട്ട്, ജോലി ചെയ്തിട്ട് എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പാടിന്റെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പരുന്ന പെൺകുട്ടിയെ ഒന്ന് ആലോചിക്കണേ. നിന്നെക്കാളും ഖൈറായ ഈ ഉമ്മത്തിലെ സ്വാലിഹത്തുകളായ ഉമ്മമാർക്ക്, ഉമ്മത്തികളായ സഹോദരിമാർക്ക് സ്വർഗീയ ആരാമത്തിലെ നേതൃത്വത്തിന്റെ പദവിയിലിരിക്കുന്ന ഹബീബിന്റെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ പ്രിയപ്പെട്ട മോൾ ഹബീബായ നബിയുടെ മോളല്ലേ? ഫാത്തിമതു ബിദുഗതും മിന്നീ ഫമൻ അഗ്ളബഹാ അഗ്ളബനി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. അവരെ ആര് സന്തോഷിപ്പിക്കുന്നുണ്ടോ അവരെ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത്. ആരവരെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ അവരെന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഫാത്തിമ മോൾക്ക് എന്ത് പ്രയാസമുണ്ടോ അത് എന്റെ പ്രയാസമാണെന്ന് എപ്പോഴും പറയുമായിരുന്ന ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മോളോട് അന്ന് രാത്രി, മോളെ നീ വന്നത് ഞാൻ അറിഞ്ഞു, അലിയെ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു, അലിയെ നിങ്ങൾ ആവശ്യപ്പെട്ടതും ഞാൻ അറിഞ്ഞു, നിങ്ങളൊരു അത്യാവശ്യ ഘട്ടത്തിലാണെന്നും എനിക്കറിയാം. എന്നാൽ അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാനി. നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്. അതേ നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയെ എന്ന് ഞങ്ങൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു. ഇദാ അഖൽതുമാ മദാജിഅകുമാ മദജഅകുമാ. നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലേക്ക് കിടന്നുറങ്ങാൻ വന്നാൽ
ഫകബ്ബിറാ 34 തവണ അല്ലാഹു അക്ബറും വസബ്ബിഹാ 33 സുബ്ഹാനല്ലാഹും വഹ്മിദാ 33 അൽഹംദുലില്ലാഹിയും നിങ്ങൾ പറയണം. ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, നിങ്ങൾക്കൊരു വേലക്കാരൻ, ഒരു സെർവന്റ്, വീട്ടിൽ സഹായത്തിന് ഒരാളെ നിങ്ങൾ നിർത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് ചൊല്ലലാണ് മോളെ നിങ്ങൾക്ക് ഖൈറ്. നിങ്ങൾക്ക് വേണ്ട, ഇതൊക്കെ ഞാൻ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വെച്ചതാണ്. എന്റെ മോളാണ് നിങ്ങളെന്നറിയാം മോളെ, നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെന്നറിയാം. പക്ഷേ ഇത് ഉപ്പയുടെ സ്വത്തല്ല, ഇത് ഉപ്പയുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല, ഈ സമൂഹത്തിന്റെ സമ്പത്താണ് മോളെ. അതുകൊണ്ട് മോളത് കൊതിച്ചു പോവല്ലേ, മോൾക്ക് ഞാൻ നല്ലത് പറഞ്ഞു തരാം. നിങ്ങൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലിയിട്ട് കിടന്നുറങ്ങുമോളെ എന്ന് സ്വന്തം മകളെ പഠിപ്പിച്ചു റസൂലുള്ളാഹ്.